ഹായ് ഗൈസ്, ലെറ്റ് ഗർ 54ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൂക്സ് ലോങ് കാഴ്സിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് സ്ഥലം വരുന്നത് മക്കരപ്പറമ്പാണ്. ഇവിടെ ഒരു അത്യാവശ്യം വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി കാഴ്സ് നമുക്ക് കാണാൻ കിട്ടും. അത്യാവശ്യം എല്ലാ ഹ്യൂസ്ഡ് കാഴ്സും ഉണ്ട്. ബലേനോ മുതൽ ബ്രസ, പിന്നെ ഇന്നോവ ക്രിസ്റ്റ ഉള്ള കാറുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബഡ്ജറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ആളായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഇത് വരുന്നത് 2016 മോഡൽ വാഗണർ VXi ആണ്. 65,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ 3,60,000 രൂപ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അനുസരിച്ചുള്ള റേറ്റ് അവസാനം ഫിക്സ് ചെയ്യാം. അടുത്തായിട്ട് വരുന്ന ഒരു 2016 മോഡലിൽ ഇയോൺ ആണ്. 19,000 കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി ഇൻറ്റീരിയേഴ്സാണ്. 19,000 കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീലാണ് ഈ വണ്ടി. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഒരു വാഗണർ VXi ആണ്. 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് പറയുമ്പോൾ 3,55,000. ഇൻറ്റീരിയർ പറയുമ്പോൾ ഒരു ആവറേജ് കണ്ടീഷനാണ്. അത് ഫുള്ള് നീറ്റാക്കിയിട്ടാണ് നിങ്ങൾക്ക് തരിക. അടുത്തായിട്ട് വരുന്നത് പറയുമ്പോൾ ഒരു 2013 സ്വിഫ്റ്റ് ആണ്. 55,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. വണ്ടി VXi പെട്രോൾ ആണ് വേരിയൻറ്റ്. വണ്ടി നോക്കുമ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു അലോയ് വീലൊക്കെ വണ്ടിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല നീറ്റ് ഇൻറ്റീരിയറാണ്. ഒരു ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവറുണ്ട്. അടുത്തതായി വരുന്ന ഒരു ബലേനോ ആണ്. 2016-17 രജിസ്റ്റർ ചെയ്ത ഒരു ബലേനോ ആണ് നമുക്ക് വരുന്നത്. സീറ്റ ഓപ്ഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. 1,70,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി ഇൻറ്റീരിയേഴ്സാണ്. ചോദിക്കുന്ന വില 5,70,000 രൂപയാണ്. അടുത്തതായിട്ട് വരുന്ന ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. LD ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. നല്ല കമ്പനി സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടിയാണ്. 2,95 വണ്ടിക്ക് ചോദിക്കുന്ന വില. 98 കിലോമീറ്റർ ഓടിയുണ്ട്. LDI ഓപ്ഷൻ ആയതുകൊണ്ട് ആരും പവർ വിൻഡോസ് ഇല്ല വിചാരിക്കേണ്ട. പവർ വിൻഡോസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. നല്ല ക്ലീൻ നീറ്റ് ഇൻറ്റീരിയറാണ്. അടുത്തായിട്ട് വരുന്നത് 2012 മോഡൽ ഡീസൽ റിറ്റ്സ് ആണ്. LDI ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. 91,000 കിലോമീറ്റർ അടുത്ത് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതുവരെയായിട്ടും. നല്ലൊരു നീറ്റ് വണ്ടിയാണ് വരുന്നത്. സെക്കൻഡ് ഓണറിലാണ് വണ്ടി കിടക്കുന്നത്. ഇൻറ്റീരിയേഴ്സൊക്കെ ക്ലീൻ ആണ്. അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹോണ്ട ജാസ് ആണ് വരുന്നത്. 2015 മോഡലാണ്. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. അടുത്തായിട്ട് വരുന്ന ഒരു 2013 മോഡൽ i20 ആണ്. മാഗ്ന ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. 1,60,000 കിലോമീറ്ററാണ്. സിംഗിൾ ഓണറാണ്. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് ഇൻറ്റീരിയേഴ്സാണ്. 2,60,000 ആസ്കിംഗ് പ്രൈസ്. തുറക്കുമ്പോൾ തന്നെ കാണാൻ നല്ല നീറ്റ് ഇൻറ്റീരിയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. ഒരു ടച്ച് സ്ക്രീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമായിട്ടുള്ള റഫ് യൂസ് ഒന്നല്ല ചെയ്തിരിക്കുന്നത്. സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു എറ്റിയോസ് ഡീസൽ വേരിയൻ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. 2012-13 രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി ഇൻറ്റീരിയേഴ്സൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം റഫായിട്ടുള്ള യൂസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നില്ല. സീറ്റ് കവർ ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 3,30 വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചെറിയ ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി ഉണ്ടോ ചോദിച്ചിരുന്നു. അതിനായിട്ടുള്ളതാണ് ഇത് വരുന്നത്. 2011 മോഡൽ ഹൈലൈൻ ഡീസൽ പോളോ ആണ് വന്നിരിക്കുന്നത്. 2,20 വണ്ടിക്ക് ചോദിക്കുന്നത്. തേർഡ് ഓണറാണ് വണ്ടി വരുന്നത്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇൻറ്റീരിയേഴ്സാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ഒരു 18-20 മൈലേജ് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മളെ പാങ്ങളുടെ സ്വന്തം ലോഡ് ആൾട്ടോ ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയാൻ വെറും 60,000 രൂപ മാത്രമേ ഉള്ളൂ. 2026 വണ്ടിക്ക് ടെസ്റ്റ് വരുന്നത്. വണ്ടി LXi ആയതുകൊണ്ട് തന്നെ നമുക്ക് AC പവർ സ്റ്റിയറിംഗ് എന്ന ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റ് ക്വാളിറ്റി ഇൻറ്റീരിയേഴ്സാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കീറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അടുത്തായിട്ട് നമുക്ക് വരുന്നത് പറഞ്ഞൊരു ഓൾട്ടോ LX ആണ്. ഇതിൽ പറഞ്ഞാൽ AC മാത്രമേ വരുന്നുള്ളൂ. പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. അത്യാവശ്യം നല്ല നീറ്റ് ക്വാളിറ്റി പെയിൻ്റായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നീറ്റാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 2027 വരെ ടെസ്റ്റ് വാലിഡിറ്റി ഒക്കെ വരുന്ന വണ്ടിയാണ്. കണ്ടില്ല, പുതിയ സീറ്റ് കവറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പക്ക നീറ്റ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റിയറിംഗ് കവറൊക്കെ അടിച്ചിട്ടുണ്ട്. 60,000 ഫൈനൽ കിട്ടിയ വണ്ടി കൊടുക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്ന KL 39 രജിസ്ട്രേഷനിൽ ഒരു ഓൾട്ടോ 800 LXi വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഓണറാണ്. 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ആസ്കിന് പ്രൈസ് പറയുമ്പോൾ 2,65,000 രൂപയാണ്. വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷൻ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ ലൂക്സ് ലോങ് കാഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് മക്കരപ്പറമ്പാണ്.
ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്